ഞാൻ ഭാഗ്യവാനാണ്. എന്നും മഹാലക്ഷ്മിയെ കണി കാണാം. കാപ്പിയുടെ കാപ്പി എപ്പോഴാ റെഡി? എന്നാ തരൂ. അത് പറ്റില്ല. പേസ്റ്റും ബ്രഷ് അവിടെ ഇരിപ്പുണ്ട്. പല്ല് തേച്ച് മുഖം കഴിയിട്ട് വന്ന അപ്പൊ തരാം. ശാരദേ, ഈ കിടക്കയിലെ കാപ്പി കുടിയേ ഒരു ദുശീലമാണ്. ബാബു, 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 എഴുന്നേക്ക്. ചേട്ടത്തിയമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? മനുഷ്യന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. എഴുന്നേക്കാൻ. മണി 8 കഴിഞ്ഞു. ഞങ്ങൾക്കിന്ന് കോളേജ് യൂത്ത് ഫെസ്റ്റിവല്ല. നേരത്തെ പോകേണ്ടതായിരുന്നു. കുറെ രാവിലെ വിളിക്കാൻ പോലായിരുന്നു ചേട്ടത്തിയമ്മേ. അയ്യോ കഷ്ടം. നീ വെപ്രാളപ്പെടാതെ. മണി 6 ആയിട്ടില്ല. ഈ ചേട്ടത്തിയമ്മ വന്നതിന് ശേഷം 6 മണി കഴിഞ്ഞ് ഉറങ്ങിയ ഓർമ്മയേ ഇല്ല. നോക്കൂ, ഉദിക്കും മുമ്പ് ഉണർന്നാലേ ഉത്സാഹം ഉണ്ടാവും.
ചാർത്തി നിൽക്കൂ ഒരു രാഗഗീതം. ഇന്നത്തെ കാലത്ത് ബിസിനസ് ഒരുതരം ഗാംബ്ലിംഗ് ആണ്. ലാഭനഷ്ടങ്ങൾക്ക് ഒരു ഉറപ്പില്ല. നമ്മുടെ സ്ഥാപനത്തിൽ അത്തരം പ്രശ്നങ്ങളില്ലല്ലോ. ഒരുപക്ഷെ ലാഭത്തിന്റെ തോത് കുറവായിരിക്കാം. ഗോപിനാഥൻ ഫാക്ടറിയുടെ ഭരണപരമായ കാര്യങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾ പ്രധാന കെമിസ്റ്റായി ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങുന്നു. വസ്തുതകൾ കുറുപ്പിനോട് ചോദിക്കൂ. അദ്ദേഹമല്ലേ നമ്മുടെ മാനേജിംഗ് പാർട്ട്ണർ. സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന പാട് എനിക്ക് അറിയാവൂ. പിന്നെ പിടിച്ചു നിൽക്കുന്നു എന്നതാണ് നമ്മുടെ വിജയം. സാരമില്ല, ഓട്ടം മുടങ്ങാതെ കിട്ടിയാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ലേബർ പ്രോബ്ലം എന്തായി? ഇന്ന് 3 മണിക്ക് കോൺഫറൻസ് ആണ്. ഓഹോ. ഡാഡി, ഞാനിന്ന് കോളേജിൽ പോകുന്നില്ല. എന്നെ അത്രയ്ക്ക് അപമാനിച്ചു. ആര്? എന്തിന്? ഡാൻസ് കോമ്പറ്റീഷനിൽ എന്നെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം കുറെ സ്റ്റുഡൻസ് കൂവി. ഞാൻ ജയിക്കേണ്ടതായിരുന്നു. ആ ബാബു ഉണ്ടല്ലോ, അയാൾ ഒരുത്തനാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ബാബു, നീ കോളേജിൽ പോകുന്നത് പഠിക്കാനോ അതോ കുറുക്കനെ പോലെ കൂവാനോ? അത് ഇന്ന് യൂത്ത് ഫെസ്റ്റിവൽ ആയതുകൊണ്ട്. എടാ, യൂത്ത് ഫെസ്റ്റിവൽ ആയാൽ കൂവണം. സംസ്കാരവും അറിവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം, കാടനാകാനല്ല. ഇനി ഇതുപോലെ നിന്റെ പേരിൽ എന്തെങ്കിലും കേട്ടാൽ വയ്ക്കോ. എന്താണോ ഇത്? പോലീസ് സ്റ്റേഷനോ അതോ തന്റെ സംബന്ധപ്പെടും? തിന്നാനും കുടിക്കാനും കണ്ട സ്ഥലം, അത് പുതിയ ചാർജ് എടുക്കുന്ന ദിവസം. വരുന്നവൻ എന്ത് തരക്കാരനാണെന്ന് ആർക്കറിയാം? ക്രൈമിനാ പോലും വരുന്നത്. വരുന്ന സൈസ് എങ്ങനെയാന്ന് ഇദ്ദേഹം ചോദിച്ചാൽ ആള് ചെറുപ്പമാ. SI മതസാറെന്ന് കേട്ടാൽ സ്റ്റേഷനൊന്ന് കുലുങ്ങും. ഓഹോ, എന്തോന്ന് കുലുങ്ങാനാണോ? ഇപ്പോഴത്തെ കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട് വില. ആർക്കെങ്കിൽ ഭയമുണ്ടോ? അതൊക്കെ CPയുടെ കാലം.
ഞാൻ രാമൻ നായർ. PC 304 നാരായണൻ. പൗലോസ് റൈറ്റർ. ആരാണ് ഇവിടുത്തെ ചാർജ്? ഞാനാണ് ഇൻചാർജ്. ഇവിടെ വരുന്ന പെറ്റീഷൻസിന്റെ സ്വഭാവം എങ്ങനെയാ? ഭയപ്പെടുത്തക്കതായിട്ടൊന്നുമില്ല. ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാനങ്ങ് ഓദിച്ചു. പിന്നെ ഒറ്റ റാസ്കൽസും സൈക്കിൾ ലൈറ്റിലൊക്കെ പിടിച്ചു, ഒരുത്തിനും വിട്ടില്ല. ഏത് രാമന്ന എന്ന് കേട്ടാൽ സകലവനും ഒന്ന് വിറയ്ക്കും. മറ്റൊന്ന് ചീട്ടിൽ തിരിച്ചു ഞാൻ മൊത്തം ശിക്ഷിച്ചു. അതിനൊരു കാര്യമുണ്ട്, ചാർജ് ഷീറ്റ് എഴുതുന്നത് ഞാൻ തന്നെയാ. അത് വേറെ കാര്യം. പബ്ലിക് പ്രോസിക്യൂട്ടർ എപ്പോഴും പറയും, നിർത്തണോ? തനിക്ക് ആരുടെ വേഷം തന്നെ? CP അധ്യക്ഷൻ. തനിക്ക് ഇനി ഞാൻ ഡിസിപ്ലിൻ പറഞ്ഞു തരണം. വേണം. വേണ്ട. ആ കേസുകളുടെ ഫയൽ എടുത്ത് വയ്ക്കൂ. ഉത്തരവ്. ഈ മാസ് പെറ്റീഷന്റെ പേരിൽ എന്ത് നടപടി എടുത്തു? അത് നമ്മുടെ റോക്കിയുടെ പേരിലുള്ളതാണ്. അതുകൊണ്ട് നടപടി എടുക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്ത്? അല്ല, റോക്കിയെ പിടിക്കാൻ ഒന്ന് പറഞ്ഞു തൊലക്കെടൂ. ഉത്തരവ് പറയാം. അവന്റെ പേരിൽ നടപടിയെടുക്കാൻ വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ മരിക്കാത്തവനാണ്. ആരാണവൻ? നമ്പർ 1 സ്റ്റേഷനിൽ അവിടെയാണ്. വ്യാജമദ്യം വിൽപ്പനയാണ് അവന്റെ മുഖ്യ തൊഴിൽ. അവന്റെയും ഗൂണ്ടകളുടെയും ഭരണമാണ് ഈ നാട്ടില്. അപ്പോ നിങ്ങളൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഉണ്ട്. ഉത്തരവ് ഇല്ലേ? ഇതാണ് അവന്റെ ഫോട്ടോ. പറയടാ പട്ടികളെ, ആരാടാ എനിക്കെതിരായി മാസ് പെറ്റീഷൻ അയച്ചത്? ആരാണ് ഒപ്പിട്ടത്? അയ്യോ, ഞാനല്ല. ആരാണ് ഒപ്പിട്ടത്? ഞാൻ ഒപ്പിട്ടില്ല. ഞാനല്ല. നീയല്ലേടാ? സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. പറയടാ. നീയാണോ റോക്കി? അതെ, ഞാൻ തന്നെ. അപ്പോ പോവാം. എവിടേക്ക്? നിന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക്. Get back! All get back! അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുക. പോകാം. Come on!
അവനെ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കണം. റോക്കി ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ചേട്ടത്തി ചേട്ടത്തി ഒന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നോടൊന്നും ചോദിക്കണ്ടെന്ന്. ആവശ്യമുള്ളവർ നേരിട്ടങ്ങ് ചോദിച്ചോണ്ടാ മതി. ഞാൻ ചോദിച്ച ചേട്ടൻ തരില്ല. ചേട്ടത്തി ഒന്ന് പറ. ആഹാ, എന്നെ വഴക്കേൽപ്പിക്കാനല്ലേ ഇതൊക്കെ? തന്നില്ലെങ്കിൽ വാങ്ങിക്കണ്ട. എന്താണ് അവിടെ? അവൻ അടുക്കളയിൽ എന്ത് ചെയ്യുന്നു? അവനിന്ന് കോളേജിൽ പോണ്ടേ? ബാബു, ചോദിച്ചോ? എടാ ബാബു. ഞാൻ ചോദിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല. എന്താ ബാബു? എന്താ വേണമെന്ന് വെച്ചാ പറ, എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഓ, കോളേജിൽ ഇലക്ഷൻ ആണത്രേ. 1000 രൂപ ചെലവിന് വേണമെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നു. എലക്ഷനോ? വേണ്ട വേണ്ട, കോളേജിൽ പോയി പഠിച്ചാ മതി. ഈ ഇലക്ഷൻ രാഷ്ട്രീയൊന്നും വേണ്ട. ശ്ശോ, അതെ അതെ, ആർക്കറിയാനാ നാളെ MLA മന്ത്രിയോ ആയാലോ. അത് പേടിച്ച് രൂപ കൊടുക്കാനോ? നശിക്കാൻ ഇനി വേറെ ഒന്നും വേണ്ട. പഠിപ്പൊന്നും നശിക്കില്ല. പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് ഇലക്ഷനെ നിർത്തിയത് തന്നെ. അത്ര മിടുക്കനാണെങ്കിൽ മന്ത്രിയാവില്ലെന്ന് ഉറപ്പാ. ആ പിന്നൊരു കാര്യം, ഇത് ശീലമാക്കരുത്. ശരതേ, യു അവിടത്തേക്ക്. നിങ്ങളെല്ലാം കൂടെ പിടിച്ചേരെ നിർത്തി. തോറ്റാൽ നാണക്കേട് എനിക്ക് മാത്രമാണ്, പറഞ്ഞേക്കാം. നാണക്കേട് ഞങ്ങൾക്കുണ്ട്. നിന്നെ പിടിച്ച് നിർത്തിപ്പോയി. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ബാബു തന്നെ ജയിക്കും. പെൺകുട്ടികളുടെ വോട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് പോകാതെ നോക്കണം. അതൊരു പ്രശ്നമേ അല്ല. പെൺകുട്ടികളുടെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൺവീനർ ഞാൻ. എന്നാ പോയത് തന്നെ. നീ പോടെ. അപ്പോഴേ ഞാൻ ക്യാൻറ്റീനിലോട്ട് പോയി ക്യാൻവാസ് ചെയ്തിട്ട് വരാം. അവിടെയാണ് ലേഡീസ്. പണം എന്ത് ചിലവാലും പ്രശ്നമില്ല. എങ്ങനെ ജയിക്കണം? പണം ഉണ്ടെങ്കിലും പാർലമെന്റിലും പറ്റാം. പിന്നെ കോളേജ് യൂണിയൻ താനൊന്ന് ചുമ്മാ ഇല്ലടോ. അത് വേറെ കാര്യം. രവി, എനിക്ക് രവിയോട് കാര്യം പറയാനുണ്ട്. രതിക്ക് മാത്രമല്ല ഞങ്ങൾക്കും വോട്ടുണ്ട്. അല്ല, അതല്ല എനിക്കാണെന്നുള്ളത് അറിയാം. രതി, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്നു. രവിക്ക് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. എന്തിന്? രവി എന്ന് ഞാൻ കൂവില്ലേ? ക്ഷമിക്കും. ഞാനത് എന്നേ മറന്നു. രവി എനിക്ക് വോട്ട് ചെയ്യണം. വോട്ടോ? അത് വിലയുള്ളതാണ്. വോട്ട് വേണമെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കണം. ഞാൻ പ്രതീക്ഷിക്കും. Come in. Hi, ബാബു. ഹലോ. വരൂ, എന്റെ മുറിയിലേക്ക്. വരൂ. ഇരിക്കൂ. താങ്ക് യു. ഇങ്ങനൊരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്നറിയാമോ? എന്തിന്? പറയാം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ബാബുവിനെ ഇവിടെ വരുത്തിയത്. ബാബുവിനെ എനിക്കിഷ്ടമാണ്. രവി, അഴകുള്ളത് ആഗ്രഹിക്കാനും ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാനും ആരും ശ്രമിക്കും. ബാബു എന്നോട് ഒരു ഹോട്ടലേ ചോദിച്ചുള്ളൂ. ഇതാ ഞാൻ എന്നെ തന്നെ തരുന്നു. രവി, ബാബു പ്ലീസ്, ഞാൻ ബാബുവിൻ്റെതാണ്. രവി എന്തായത്? പ്ലീസ് ബാബു, രവി, പ്ലീസ്. രവി പ്ലീസ്, ഐ എം സോറി. നമ്മുടെ വർക്ക് കണ്ടിട്ട് ജോണിയുടെ കോൺഫിഡൻസ് ഔട്ടായിരിക്കുകയാണ്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. അതാ ഞാൻ പറഞ്ഞ നിനക്ക് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ലെന്ന്. അല്ലെങ്കിൽ നിനക്ക് എന്തറിയാം, കാണാൻ കൊള്ളാവുന്ന മോന്തയും തടിയും ഉള്ളതുകൊണ്ട് പിടിച്ചു നിർത്തി. അറ്റ്ലീസ്റ്റ് പെമ്പിള്ളേരുടെ വോട്ടെങ്കിലും കിട്ടണം. നീ കോളേജിലെ രോമാഞ്ചമാണല്ലോ. അത് കളാ, നമുക്ക് സെല്ല് വർക്ക് ടൈറ്റ് ചെയ്യണം. ഐ മീൻ ഹൗസ് ക്യാൻവാസ്. അതൊക്കെ ആശാനങ്ങ് ചെയ്താൽ മതി, ഞാനില്ല. നമുക്കിത് പിരിയാം. അങ്ങനങ്ങ് പിരിഞ്ഞാലോ? രാപകലില്ലാതെ കഷ്ടപ്പെട്ട് വോട്ട് പിടിക്കുന്നവരാ നമ്മൾ. ക്ഷീണമുണ്ട്. അല്പം അൽമാൻഡ്രി അടിച്ചിട്ട് പിരിയാം. സാധനം ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. കടു കൊണ്ടുവാ. പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ കുടിക്കില്ല. ആശാൻ ഇതുവരെ കുടിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് ആദ്യമായിട്ട് കുടിക്കുന്നു.
അളിയ വേണ്ടളിയ അളി പീഡിച്ചു നല്ല ചേട്ടൻ കൊന്നു കളയും. ഷോ നിന്നെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി എന്നെ വേണം പറയാൻ. താനിത് കുടിച്ചില്ലേ തന്റെ തലയെ കൂടി ഇതെടുത്ത് ഒഴിക്കും. അളിയ വേണ്ടളിയ. ഉണ്ടായിരുന്ന ആ കുടി കുടി കുടി. അവനവിടെ ഇല്ലേ? ഓഹോ. മണി 10 കഴിഞ്ഞു. കോളേജിൽ പോയവൻ ഇനിയും വീട്ടിൽ വരാറായില്ല. അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, വരും. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ബാബുവിനെ നിലത്ത് വെക്കാതെയാണ് ഞാൻ വളർത്തിയത്. എങ്ങനെയെങ്കിലും അവനെ നല്ല നിലയിലെത്തിക്കണം. അതാണ് എന്റെ ജീവിത ലക്ഷ്യം. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. ബാബു, നീ കള്ളും കുടിച്ചു തുടങ്ങിയോ? കള്ളല്ല, ബ്രാൻഡി. എന്താ മോനെ ഇത്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ. മോർണിംഗ് നമസ്കാരം സർ. ഗുഡ് മോർണിംഗ്. യെസ്, മേനൻ ഹിയർ. ഹലോ, ഗുഡ് മോർണിംഗ്. അതെ, ബോർഡ് മീറ്റിംഗ് ഇന്ന് തന്നെയാണ്. അതെ, വരണം, തീർച്ചയായും വരണം. ഓക്കെ. യെസ്, കം ഇൻ. ഹലോ തോമസ് മാത്യു, ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷാ. How do you do? How do you do? സിഗരറ്റ്. താങ്ക്സ്. നിങ്ങളുടെ കൺസൈൻമെന്റ് എവിടം വരെയായി? ഞങ്ങളുടെ കൺസൈൻമെന്റ് റെഡിയാണ്. ഓഹോ, ഫയൽ എവിടെ? ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. തരൂ. അത് വേഗം ഒന്ന് പാസ്സാക്കി തരണം. ഇന്ന് ബോർഡ് മീറ്റിംഗ് ആണ്. ഇന്ന് തന്നെ പാസ്സാക്കി തരാം. പ്ലീസ് ഹാവ് ഇറ്റ്. ലാസ്റ്റ് കൺസൈൻമെന്റിൽ നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണുമല്ലോ മിസ്റ്റർ മേനോൻ. നിങ്ങളുടെ എല്ലാം സഹകരണമാണ് ഞങ്ങളുടെ നിലനിൽപ്പ്.
പറയാതെ ഞങ്ങൾ വെറുതെ വിടില്ല. ഒന്ന് വിടടി, ഞാൻ പറയില്ല. പറയില്ലേ? എന്റെ മാരേജ് ആണ്. റിയലി? ആരാണ്? ഞാൻ ഈ വിവാഹത്തിന് നിർബന്ധിക്കുന്നത് ജതിക്കിഷ്ടം ബാബുവിനെയാണ്. എന്താ ഒന്നും മിണ്ടാത്തത്? സാമാന്യ അന്തസ്സായിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ അത് കളയും. എന്റെ സ്വത്തുക്കൾ മുഴുവൻ ജതിക്കുള്ളതാണ്, എന്ന് വെച്ചാൽ ബാബുവിനുള്ളതാണ്. സാറ് പറയുന്നത് ശരിയാണ്. എന്നാലും ബാബുവിന്റെ പഠിപ്പ് തീരാതെ ആവശ്യത്തിനുള്ള പഠിപ്പ് ജതിക്കും ബാബുവിനുമുണ്ട്. അല്ലെങ്കിൽ എന്താ, വിവാഹം കഴിഞ്ഞും പഠിക്കുന്നവർ എത്രയോ പേരുണ്ട്. അവനോടൊന്ന് ആലോചിച്ചു വേണമല്ലോ മറുപടി പറയാൻ. മതി മതി, ആലോചിച്ചിട്ട് മതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓ, അങ്ങനെയാവട്ടെ. എന്തോന്നാ ഇത്ര ആലോചിക്കാൻ? ആ പെണ്ണിനെ പറ്റി നിങ്ങൾക്കറിയില്ലേ? അവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടമാനം നടക്കുന്നു. നിങ്ങൾക്ക് പറയാൻ മേലായിരുന്നു ഈ ആലോചന വേണ്ടെന്ന്. ഞാൻ എന്ത് പറയണം? നിങ്ങളുടെ മോള് കണ്ടമാനം നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കത്തില്ല. ആ, എന്താ പറഞ്ഞ? നീ ഒന്ന് സമാധാനപ്പെട്ട് കല്യാണം ആലോചിച്ചല്ലേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചാൽ മതി. ഇഷ്ടമില്ല എന്നാ വേണ്ട, തീർന്നല്ലോ കേസ്. അത് അങ്ങനോട് ചെന്ന് പറയണം. പറഞ്ഞോളാവേ. ബാബു ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ? എന്തായാലും തറവാടിത്തമുള്ളവരാണ് ചന്ദനക്കാവുകാർ. കുറുപ്പമ്മാവും ശോഭിക്കും അതിന് ജീവനാണ്. നിന്നെ എൻ സ്വന്തമാക്കും ഞാൻ, പിന്നെ നാണം മാറ്റും ഞാൻ. നിന്നെ എൻ സ്വന്തമാക്കും ഞാൻ, പിന്നെ നാണം മാറ്റും ഞാൻ. നിൻ കവിളിൻ പൂക്കളുള്ള എനിക്കിന്നെന്താവേശം. നിൻ കവിളിൻ പൂക്കളുള്ള എനിക്കിന്നെന്താവേശം. എൻ പ്രിയവേലി പെണ്ണേ, നിന്നെ എൻ സ്വന്തമാക്കും ഞാൻ, പിന്നെ നാണം മാറ്റും ഞാൻ. കതിർത്താലും നീട്ടി അഴകിൻ വനികൾ കുരവകനീളെ തൂകി പനിനീർ കിളികൾ. മംഗല്യത്തിൻ മന്ത്രം നൽകി നിൻ ഹൃദയം. മംഗല്യത്തിൻ മന്ത്രം നൽകി നിൻ ഹൃദയം. എൻ പ്രിയവേലി പെണ്ണേ, നിന്നെ എൻ സ്വന്തമാക്കും ഞാൻ, പിന്നെ നാണം മാറ്റും ഞാൻ. സ്വപ്നം ചാർത്തി അരികെ അണയും
താരുണ്യമേ എന്നിൽ പകരൂ നിൻ മധുരം, താരുണ്യമേ എന്നിൽ പകരൂ നിൻ മധുരം. എൻ പ്രിയവേ പെണ്ണേ, നിന്നെ എൻ സ്വന്തമാക്കും ഞാൻ, പിന്നെ ഈ നാണം മാറ്റും ഞാൻ. നിൻ കവിളിൻ പൂക്കൾ മുള്ളാൻ എനിക്കിന്നെന്താവേശം. എൻ പ്രിയവേ പെണ്ണേ, നിന്നെ എൻ സ്വന്തമാക്കും ഞാൻ, പിന്നെ ഈ നാണം മാറ്റും ഞാൻ. പഠിത്തം പൂർത്തിയാക്കി ഒരു ജോലി കിട്ടിയതിന് ശേഷമേ കല്യാണത്തെപ്പറ്റി ആലോചിക്കാവൂ എന്നാണ് ബാബു പറഞ്ഞത്. മറിച്ച് നിർബന്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സാരമില്ല, ഞാനിത് ആലോചിച്ചില്ലെന്ന് വെച്ചോളൂ. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിതിനൊരുങ്ങിയത്. അനിയനാണെങ്കിലും എനിക്ക് പറയാനല്ലേ ഒക്കൂ. എന്റെ മകൾ ഞാൻ പറയുന്നത് കേൾക്കും. ആ ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സ്ഥാനാർത്ഥി ഇങ്ങനെ തളർന്നു പോയാൽ പ്രവർത്തകരുടെ നില എന്തായിരിക്കും? ഡോൺ വറി ജോണി, ജോണി തന്നെ ജയിക്കും. ഇല്ല, ആൺകുട്ടികൾക്കിടയിൽ ഭൂരിപക്ഷം പേരും ബാബുവിന്റെ കൂടെയാണ്. പെൺകുട്ടികൾക്കിടയിലും അവനാണ് സ്വാധീനം. അതില്ലാതാക്കാൻ എളുപ്പമാണ്. ഒരൊറ്റ പെൺകുട്ടിയും ബാബുവിനോട്ടിയില്ല. എങ്ങനെ? വഴിയുണ്ട്. ബാബു, ബാബുവിന് എന്നോട് പിണക്കമായിരിക്കും. ക്ഷമിക്കൂ ബാബു, ഞാൻ അങ്ങനെ ചെയ്തത്. ഏയ്, ഞാനതല്ല അപ്പോഴേ മറന്നു. എന്താണ്? എന്തുണ്ടായി? കൊണ്ടാനോ ഞാനാണ്. ബലാത്സംഗത്തിനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശമാണെന്നായിരിക്കും പറയാൻ പോകുന്നത്. നിങ്ങൾ പരസ്യമായിട്ട് മാപ്പ് പറയണം. സൈഡ് പ്ലീസ്, സൈഡ് പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും പ്രിൻസിപ്പൽ മുറിയിലേക്ക് വരൂ. ഇതങ്ങനെ വിട്ടൂടാ. അവന്മാരെ മീറ്റിംഗ് അടയ്ക്കണം. വല്ലടാ, അടിച്ച് പൊളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കേരള വിദ്യാർത്ഥി വർഗത്തിന്റെ രോമാഞ്ചമായ ബാബുവിനെ തെരഞ്ഞെടുക്കുന്നതിന്റെ ആവശ്യത്തെ പറ്റിയാണ്. ആരാണ് ഈ ബാബു? ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഈ ബാബു? തെമ്മാടി, പെണ്ണെവിടിയൻ. സുഹൃത്തുക്കളെ, പരാജയ ഭീതി പൂണ്ട എതിർ കക്ഷികൾ നിർത്താൻ. മേച്ചന്മാരെ എന്ത് പറഞ്ഞു? ഈ രക്തത്തിന് പകരം ചോദിക്കാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു? കോളേജ് ഇലക്ഷനിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു ബാബു. അയാൾ തോറ്റുപോകുന്ന കാര്യം ഉറപ്പായിരുന്നു. പരാജയ ഭീതി കൊണ്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എന്നെ കുത്തിയത്. ബാബുവിനെ സസ്പെൻഡ് ചെയ്ത് തെറ്റാണ്. സസ്പെൻഷൻ പിൻവലിക്കുന്നവരെ സമരം തുടങ്ങാൻ പോവുക. ഇക്കൊല്ലത്തെ പഠിപ്പും പോകുമെന്നാ തോന്നുന്നത്. ഇനി സമരം തന്നെ ആയിരിക്കും. എടാ, ഇത് പെണ്ണുകേസല്ലേ? പെൺകുട്ടികളൊക്കെ കളിയാക്കുന്നതിനൊക്കെ കോളേജിൽ വെച്ചോണ്ടിരിക്കണമെന്ന് പറയുന്നത്. ഇവനൊക്കെ സസ്പെൻഡ് ചെയ്ത് വെക്കൂ, എന്നാലേ കോളേജ് നന്നാവും. സസ്പെൻഷൻ എങ്ങനെയും പിൻവലിക്കാം. പക്ഷെ കേസ് നടത്താൻ ജാമ്യം എടുക്കൊക്കെ വേണമല്ലോ. നമ്മൾ എന്ത് ചെയ്തേട്ടാ കേസ്? നീ വല്ലവരും കുത്തിയോ? കുത്തിയില്ല, പക്ഷെ കേസുണ്ടല്ലോ. എന്നാലേ കള്ളക്കേസും സസ്പെൻഷനും പിൻവലിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ സമരം തുടങ്ങാം. സമരം. ആ, കാര്യം കഴിഞ്ഞല്ലോ. കാര്യമൊക്കെ ശരി.
പക്ഷെ ഈ പ്രശ്നം വീട്ടിലറിയാതിരുന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ അറിഞ്ഞു എന്നിരിക്കട്ടെ, തന്നെ ഇവരെന്തോ ചെയ്യും? താൻ ഒരു പ്രബുദ്ധ വർഗത്തിന്റെ നേതാവാണെന്ന സത്യം വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്തണം. ധൈര്യമില്ലേ? പറ. ഒരു കുപ്പി വരുത്തി വെച്ചിട്ടുണ്ട്, ഒരു കാലടിച്ചോണ്ട് വീട്ടിലോട്ട് പോ. ഒരു ചുക്കും പേടിക്കാനില്ല. കടു കൊണ്ടുവാടേ കുപ്പി. ഹാ, ഒന്ന് വേഗം കൊണ്ടുവാടേ. ഇവൻ കാരണം. അയ്യോ വേണ്ട, അന്ന് തന്നെ വീട്ടിൽ നടന്നു. ഇത് ഫോറിനാ, ഇലക്ഷൻ ഫണ്ടിൽ നിസ്കിയതാ. എന്തായാലും ശരി, ഞാൻ പോകുന്നു. എന്നാ വാളിയാ, നമുക്കടിക്കാം. പോടെ അവിടെ കൊച്ചു പയ്യെ. ബാബു, നിനക്കിവിടെ ഇനി ഇടമില്ല. ഞാൻ നിന്റെ ചേട്ടനുമല്ല. ഇറങ്ങുപള്ളി. നിങ്ങളൊന്ന് സമാധാനപ്പെടും. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തോന്നായി പറയുന്നത്? ഈ രാത്രിയിൽ അവിടെ എങ്ങോട്ട് പോണം? നിനക്കിവിടെ എന്ത് കാര്യം? ഓടി അപ്പുറത്ത്. അടിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് അടിക്കണം. കോളേജിലുണ്ടായത് സാധാരണ സംഭവമാണ്. കത്തിക്കുത്തും പോലീസ് കേസും സാധാരണ സംഭവമാണ്. പെണ്ണു പിടിക്കലും സാധാരണ സംഭവമായിരിക്കും. അത് മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ഉണ്ടാക്കിയതാണ്. നിർത്ത. അപമാനിക്കാൻ പോലും അതിൽ നിനക്ക് അഭിമാനമുണ്ടോ? കോളേജിൽ നീ ഒരുത്തനേ ഉള്ളൂ അപമാനിക്കാൻ. ചേട്ടൻ വന്ന് പ്രിൻസിപ്പലിനെ ഒന്ന് കണ്ടാൽ സാധ്യമല്ല. എങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്തു പറയാ? തൊട്ടുപോകരുത്. എന്നെ ഭരിച്ചത് മതി. എല്ലാവരും ഒരു സൈക്കിളിൽ എത്ര പേരാ യാത്ര? നിങ്ങളൊക്കെ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? മഹാറാണി കോളേജ്. ഓഹോ, അവിടുത്തെ പിള്ളേരാണ്. അപ്പോ കത്തിക്കുത്തും കൊലപാതകവുമായിരിക്കും സബ്ജക്ട്. എടോ കുട്ടമ്പിള്ള, സൂക്ഷിക്കണം, കയ്യിൽ കത്തി കാണും. ശരി, പേരും അച്ഛന്റെ പേരും വീട്ടുപേരും പറഞ്ഞിട്ട് പോയാട്ടെ. എന്താ പേര്? എന്റെ പേര് രതി. അച്ഛന്റെ പേര്? KPK മേനോൻ. അയ്യോ, മേനു സാറിന്റെ മോളാണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുഞ്ഞിന്റെ കേസിന്റെ കാര്യം അവരുണ്ടല്ലോ, ആ ബാബു, അപ്പൊ പിഴുതലാതെ നടക്കുക. അതുകൊണ്ട് കുഞ്ഞു വിഷമിക്കണ്ട. സിവിലായും ക്രിമിനലായും അവനെ 5 കൊല്ലം അകത്താക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. ചാർജ് ഷീറ്റ് എഴുതിയതേ ഞാനാ. പക്ഷെ അവനൊന്നും പിടികിട്ടുന്നില്ലല്ലോ. വീട്ടിൽ ചെന്ന് അവിടെ ഇല്ല, കോളേജിൽ ചെന്ന് അവിടെയില്ല. കോളേജിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എവിടെയായിരിക്കും അവൻ? എവിടെയാണെന്ന് വീട്ടിലുള്ളവർക്ക് അറിയാതിരിക്കുമോ? ഓ, അത് ശരിയാ. അവനെ ഞാൻ പൊക്കും. രാമൻ നായർ വരെ തൊപ്പിയിരുന്ന അവനെ ഞാൻ പൊക്കും. ആ, നിങ്ങൾ എല്ലാവരും പോയാട്ട്. ഇനി മേലാരും ഓവറോട് കയറരുത്. താങ്ക് യു സാർ. ബാബു കുറ്റം ചെയ്തവനാണ്. നിങ്ങൾ അയാളുടെ ജ്യേഷ്ഠനല്ലേ? ബാബു എവിടെയാണെന്ന് നിങ്ങൾക്കറിയാതിരിക്കില്ല. നിങ്ങളുടെ ധാരണ ശരിയല്ല. കുറ്റവാളികളെ ഒളിപ്പിച്ചു വെക്കുന്നത് കുറ്റകരമാണെന്ന് അറിയാമല്ലോ. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. ഈ ആവശ്യത്തിനായി നിങ്ങൾ എന്നെ വിളിക്കരുതായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാബുവിന്റെ ജ്യേഷ്ഠനല്ലേ? അല്ല, അവൻ തെറ്റ് ചെയ്ത നിമിഷം ആ ബന്ധമില്ലാതായി. കുറ്റം ചെയ്തവരാരായാലും എനിക്കൊരുപോലെയാണ്. അനിയനായാലും അന്യരായാലും. ഇനി അവൻ എന്റെ വീട്ടിൽ വന്നാൽ ഞാനായിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. മിസ്റ്റർ ഗോപിനാഥ്, അന്വേഷണം എന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്.
രവി. ഹലോ ജോണി. ജോണിയെ കണ്ടിട്ട് കുറെ നാളായി. ഞാനിപ്പോ റെസ്റ്റ് എടുക്കുമായിരുന്നു. അതാ ഗ്ലാമർ അല്പം കൂടിയിരിക്കുന്നത്. ഗ്ലാമറിന്റെയും കൂടും അവന് 2 കൊടുത്തു കഴിയുമ്പോൾ. അതിനെ ബാബു അല്ലല്ലോ ജോണിയെ കുത്തിയത്. അവനല്ലെങ്കിൽ അവന്റെ പാർട്ടി നേതാവ് അവനല്ലേ. എനിക്ക് അവനെ കിട്ടിയാൽ മതി. ജോണിയോട് കളിച്ചവരാരും വെറുതെ പോയിട്ടില്ല. ഞാൻ എന്റെ കടം ഉടനെ വീട്ടും, പലിശ സഹിതം വീട്ടും.
Come on, Babu. Babu, please sit down. താങ്ക് യു. ബാബുവിന് ഇവിടെ ധൈര്യമായി കഴിയാം. ഒളിച്ചു കഴിയാൻ ബാബു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പറഞ്ഞിട്ടെന്താ കാര്യം? കടലാസ് ഞാൻ കുറ്റക്കാരനായി പോയില്ലേ? ബാബു, this is Rosie. ഹലോ. ഹലോ. താങ്ക് യു. കുടിക്കൂ, കുടിക്കൂ. എല്ലാ പ്രയാസങ്ങളും മറക്കാനുള്ള ഔഷധമാണിത്. ആട്ടെ, ബാബുവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ചേട്ടൻ എന്ത് അവകാശം? നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയല്ലേ ആ വീട്? അതെ, എന്റേതും കൂടിയാണ്. ബാബു വീടും ചോദിക്കണം. ഞാൻ ചോദിക്കും, വാങ്ങിക്കും. എന്റേതും കൂടിയാണ് ആ വീട്. Good. Cheers Cheers. for the health of Babu. കണ്ടതിലേക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം റോക്കിയുടെ കൂടെയാണെന്ന് നാണമില്ലല്ലോ പറയാൻ. ശോഭ എന്തറിഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കോളേജിൽ നിന്ന് പുറത്താക്കിയത് എന്റെ പേര് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടാണ്. ഇതൊന്നും അന്വേഷിക്കാതെ ചേട്ടൻ എങ്ങനെയാണ് എന്നോട് പെരുമാറിയത്? അതുകൊണ്ട് റോക്കിയുടെ കൂടെ പോണോ? ആപത്തിൽ എന്നെ രക്ഷിച്ചവനാണ് റോക്കി. റോക്കി ചീത്തയായിരിക്കാം, പക്ഷേ എനിക്ക് നല്ലവനാണ്. എത്ര നല്ലവനായാലും ബാബുവേട്ടൻ അവിടെ നിൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ തൽക്കാലം മറ്റു വഴിയൊന്നുമില്ല. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്നോ? ഇപ്പൊ കേസല്ല പ്രധാനം, ഞാനും ചേട്ടനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ശോഭയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അവനെ തിരുത്താനോ ഉപദേശിക്കാനോ കഴിയാത്ത വിധം ചെളിക്കുണ്ടിൽ വീണു കഴിഞ്ഞു. ഇനി അവൻ എനിക്ക് ആരുമല്ല. നീയും അവനെ മറക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടാ, അങ്ങനെ മറക്കാനും ഓർക്കാനും ഇത് കടങ്കഥയാണോ? നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു വെച്ചതല്ലേ? അതെ, അന്ന് അവൻ എന്റെ ചെറുകനുള്ളിലായിരുന്നു. ചേട്ടനും അനിയനും ഇങ്ങനെ രണ്ടു കൊമ്പിൽ നിന്നാൽ പിന്നെയുള്ളവർ തീ തിന്നുന്നത് ആർക്കും അറിയണ്ടല്ലോ. ചേട്ടൻ വിളിച്ചാൽ വരാതിരിക്കില്ല. ഇല്ല, ഞാൻ അവനെ വിളിക്കില്ല. ചേട്ടന് അറിവുള്ള ആളാണ്. ശരിയും തെറ്റും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ബാബുവേട്ടന്റെ തെറ്റ് ക്ഷമിക്കാൻ ചേട്ടന് കഴിയില്ലേ? ബാബുവേട്ടനോട് ഒരു കടപ്പാടും ഇല്ലെന്നോ? എനിക്ക് അവനോടുള്ള കടപ്പാട് നിന്നോടുമുണ്ട്. നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടണം. അത് നൽകാൻ അവൻ യോഗ്യനല്ല. ആരും കെട്ടവരല്ല, മറ്റുള്ളവർ കെടുത്തുകയാണ്. എല്ലാം എന്റെ വിധി. ഞാൻ പോകുന്നു. അവള് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഇനിയും ആ പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കുന്നത് ശരിയല്ല. എത്രയായാലും ബാബു നമ്മുടെ കുഞ്ഞാണ്. അവൻ നശിക്കുന്നത് കാണാൻ നമുക്കാവില്ല. നിങ്ങൾ ചെന്ന് വിളിച്ചാൽ അവൻ തീർച്ചയായും വരും. ഗോപിനാഥ് സാർ വരുന്നു. എന്നെ കാണാനായിരിക്കും. ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അതാണ് അബദ്ധം. ബാബു നേരിടണം. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. ചേട്ടനില്ലാത്ത ബന്ധം അനിയൻ എന്തിനാണ്? ഞാൻ നിന്നെ വിളിക്കാനാണ് വന്നത്. നീ വീട്ടിലേക്ക് വരൂ. ഓ, ഇപ്പോഴെന്താ ഒരു ഭൂതോദയം? ആദർശ അനിയന്റെ മേൽ വേണ്ടെന്നായിരിക്കും. നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത് ശരിയല്ല. സംസാരിക്കാൻ ഞാൻ നിങ്ങൾ വിളിച്ചില്ലല്ലോ. ബാബു, നീ വീട്ടിലേക്ക് വരൂ. ഞാനിപ്പോ വരുന്നില്ല. പിന്നെ എപ്പോ വരാമെന്ന്? നമ്മളുടെ കുടുംബ സ്വത്തിന്റെ ഭാഗം വെച്ച് കഴിയുമ്പോ. ബാബു, എനിക്ക് ലോഹരി വേണം. അത് പെട്ടെന്ന് വിധിക്കണം. നമ്മുടെ തറവാട് വെട്ടി വീതിക്കണമെന്നും. അല്ല, മൊത്തമായിട്ട് അങ്ങ് എടുക്കാമെന്ന് കരുതിയോ?
ഇല്ല നീയ, മൊത്തമായിട്ട് നിനക്ക് തന്നെ തരാൻ ഞാൻ ഒരുക്കമാണ്. നമ്മുടെ തറവാട് വീതിക്കരുത്. എനിക്ക് ഒരുത്തന്റെയും സൗജന്യം ആവശ്യമില്ല. എന്റെ അനിയനാണോ ഈ പറയുന്നത്? അനിയനോ? നാണമില്ലെന്ന് ഇങ്ങനെ പറയാൻ. അതൊക്കെ അന്നേ പോയി കഴിഞ്ഞു. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. നീ പോന്നതിന് ശേഷം ശാരദയുടെ കണ്ണീർ തോർന്നിട്ടില്ല. എനിക്ക് വേണ്ടി ആരും കരയണമെന്നില്ല. നിങ്ങളോട്ട് ഇവിടെ നിന്ന് മുഷിയണമെന്നുമില്ല. അപ്പോൾ നീ വരില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ബാബു, കുറയ്ക്കാതെ പോ മനുഷ്യൻ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നു അനിയ. നിങ്ങൾ വന്നപ്പോ ഞാൻ വിചാരിച്ചു അനുജന് ജാമ്യം ആവശ്യപ്പെടാനായിരിക്കുമെന്ന്. എന്റെ ജാമ്യം അവൻ അംഗീകരിക്കില്ല. നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ ഇത്ര ഒരു വൈരാഗ്യത്തിന് കാരണം? അത് മറ്റൊരാൾ അറിയേണ്ട വിഷയമല്ല. നിങ്ങൾക്ക് പിടികിട്ടേണ്ട പുള്ളിയെ ഞാൻ കാണിച്ചു തരാം. ഒക്കുമെങ്കിൽ എന്റെ കൂടെ വരൂ. ശരി മിസ്റ്റർ ഗോപിനാഥ്, ഞാൻ വരാം. ഉത്സാഹ മത്സരം കൊണ്ടാടുന്നു, ഉന്മാദ ഗീതങ്ങൾ പാടിയാടുന്നു. ഉത്സാഹ മത്സരം കൊണ്ടാടുന്നു, ഉന്മാദ ഗീതങ്ങൾ പാടിയാടുന്നു. ഉലകിതിൻ വാടി വിരലിടും വിലസിടും, ഉലകിതിൻ വാടി വിരലിടും വിലസിടും. നിശീത പുഷ്പങ്ങൾ നിതാന്ത ദുഃഖങ്ങൾ. നമ്മൾ 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 ഉത്സാഹ മത്സരം കൊണ്ടാടുന്നു, ഉന്മാദ ഗീതങ്ങൾ പാടിയാടുന്നു പാടിയാടുന്നു. മോഹം മോക്ഷം തേടും നേരം, സ്നേഹം സ്വർഗം നേടിയാമം. മോഹം മോക്ഷം നേടും നേരം, സ്നേഹം സ്വർഗം നേടിയാമം. നമ്മിൽ ഉദിക്കും ഉണർത്തും ഞരമ്പിൽ, ഉള്ളിൽ മതിക്കും തുടിക്കും ഭ്രമത്തിൽ. വിഷമോ മധുവോ ഉത്സാഹ മത്സരം കൊണ്ടാടുന്നു, ഉന്മാദ ഗീതങ്ങൾ പാടിയാടുന്നു പാടിയാടുന്നു. മദം 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 മദരസം രതി 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 രസം. രാഗം രാവുമേ പ്രായം, നാദം താളം തേടും കാലം. രാഗം രാവുമേയും പ്രായം, നാദം താളം തേടും കാലം. മണ്ണിൽ ഇളക്കും ഇഴയ്ക്കും പദത്തിൽ, കണ്ണിൽ തുളുമ്പും വിരുമ്പും രസത്തിൽ. വിഷമോ മധുവോ ഉത്സാഹ മത്സരം കൊണ്ടാടുന്നു, ഉന്മാദ ഗീതങ്ങൾ പാടിയാടുന്നു.
ഉലകിതിൻ വാടി നിടനിടും വിലസിടും നിശീത പുഷ്പങ്ങൾ നീതാന്ത ദുഃഖങ്ങൾ നമ്മൾ 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 ഉത്സാഹ മത്സരം കൊണ്ടാടുന്നു ഉന്മാദ ഗീതങ്ങൾ പാടിയാടുന്നു Come on, get. സ്വന്തം അനിയനെ പിടിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് നടക്കുന്നു. അവൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല, എവിടെങ്കിലും പോയി ജീവിക്കാനും അനുവദിക്കില്ല. ഞാൻ പോലീസിനെയും കൊണ്ട് പോയത് അവനെ രക്ഷിക്കാനായിരിക്കും അല്ലേ? വേണ്ട, ഇനി നിങ്ങൾ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒരു ചേട്ടനും ചെയ്തുകൂടാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. എന്റെ അനുജൻ ആ ചെളിക്കുണ്ടിൽ കിടന്ന് നശിക്കുന്നത് കാണാൻ എനിക്ക് കഴിയും. അതിനാണോ പോലീസ് പിടിപ്പിക്കുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാനും. റോക്കിയുടെ കൂടെ കഴിയുന്നതിനേക്കാൾ അവൻ ജയിലിൽ കിടക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. അത് തെറ്റായിപ്പോയി. തീയെ തീ കൊണ്ട് കെടുത്താമെന്നാണ് നിങ്ങൾ കരുതിയത്. ശാരദ, നീയും എന്നെ മനസ്സിലാക്കുന്നില്ല. എനിക്കറിയാം, ഇവിടുന്ന് നല്ലതിനെ എന്തും ചെയ്യും. പക്ഷെ അവനത് അറിയുന്നില്ലല്ലോ. അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട. വരൂ. എന്റെ താവളം കാട്ടിക്കൊടുത്ത പട്ടി എത്ര വലിയവനായാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. വേണ്ട, ഞാൻ തന്നെ കണക്ക് പറയേണ്ട കാര്യമാണ്. ബാബു, നീ വന്നല്ലോടാ. എനിക്കറിയാം നീ എന്നെ കാണാൻ വരുമെന്ന്. നീ ആകപ്പാട് ക്ഷണിച്ചു പോയല്ലോ. വരൂ, കാപ്പി കുടിക്കാം. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല. ചേട്ടത്തിയോട് സ്നേഹമുള്ള ഒരു അനിയൻ, ഇങ്ങോട്ട് വാടാ. നിങ്ങളുടെ ഭർത്താവ് എവിടില്ലേ? നീ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താവ്? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? എന്റെ ആരുമല്ല. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഓഹോ, നീ അവിടം വരെ എത്തിയല്ലേ? കൊള്ളാം. ആട്ടെ, എന്തിനാ തിരക്കുന്നത്? എനിക്ക് അയാളോട് ചിലത് ചോദിക്കാനുണ്ട്. ഓഹിരി ആയിരിക്കും. എന്നെ പിടിച്ച് ജയിലിലടച്ചാൽ അയാൾക്ക് എന്ത് കിട്ടുമെന്ന് എനിക്കറിയണം. നിനക്കറിയണം അല്ലേടാ? ഞാൻ പറയാം. ചെമ്മാടികളുടെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ, ആണുങ്ങളുടെ മുഖത്ത് നോക്കി അഭിമാനത്തോടെ നടക്കാൻ, മറ്റുള്ളവരെ നാണം കെടുത്താനാണല്ലോ നീ ശ്രമിച്ചത്. പോലീസ്, ഇങ്ങോട്ട് വാ.
ഇനി എത്ര കാലം ഇങ്ങനെ കഴിയാമെന്ന് എനിക്ക് പല്ല് കളിക്കാതെ. എന്ത് ചെയ്യാനാ, ഒരു ജോലി കിട്ടിയിട്ട് നിന്നെ കെട്ടിയെടുക്കാന്ന് വെച്ചാൽ നടക്കണ്ടേ? പിന്നെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. അച്ഛൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ്. ഹ, നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയണം. അതെങ്ങനെ? ഇത്രയും കാലം അതും പറഞ്ഞാ കഴിഞ്ഞത്. ഇനിയും അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ആ തന്തക്കിഴവനുണ്ടല്ലോ, അതിക്ക് ഒരു വിവരവുമില്ല. ദേ, അച്ഛനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. ഏ, നിന്റെ അച്ഛൻ ആരാ? ശേഷക്കാരൻ. ഇതാ സ്വഭാവമെങ്കിൽ വല്ലവരും പെണ്ണ് തരുമോ? നിന്റെ അച്ഛൻ തരും. നിന്നെ തരും തരും, വല്ലവർക്കും കെടിച്ചു കൊടുക്കും. നിന്നെ കിട്ടുന്നവന്റെ ഗതി എന്തായിരിക്കും അറിയാമോ? അവനെ ഞാന് കൊല്ലും. ഇങ്ങനൊരു കണ്ടുമുട്ടൽ നമ്മൾ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരർത്ഥത്തിൽ എന്നെ ഒളിച്ചു പോവുകയായിരുന്നല്ലോ. ശാരദയ്ക്ക് എന്നെ വിട്ടുപോരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു. പക്ഷെ നിന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ എന്തിനതേപ്പറ്റി പറയും? എനിക്ക് ജോലി കിട്ടി ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ സ്വന്തമാക്കാൻ സമയമായി എന്ന് ഞാൻ കരുതി. പക്ഷെ അതേ സമയമാണ് നിന്റെ വിവാഹത്തിന് വേണ്ടി നിന്റെ അച്ഛൻ തെരഞ്ഞെടുത്തത്. നിർബന്ധ ബുദ്ധിക്കാരനായ നിന്റെ അച്ഛൻ എന്നെയും നിന്നെയും തോൽപ്പിക്കുകയായിരുന്നു. ഞാനും എന്റെ ഓർമ്മകളും മാത്രം ബാക്കിയായി. നീ എന്നെ വഞ്ചിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാഹചര്യങ്ങൾ നമ്മൾ രണ്ടുപേരെയും വഞ്ചിച്ചു. ശാരദയ്ക്ക് എന്നോടൊന്നും പറയാനില്ല. എല്ലാം വിധിയാണെന്ന് കരുതും. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അത് പോകും. ബാബു ശാരദയുടെ ആരാ? അനുജൻ. ഞാൻ അയാളെ അന്വേഷിച്ചാ വന്നത്. വന്ന സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ശരി. ബാബു, ബാബു, ഗോപിയേട്ടും പറഞ്ഞതാണ് ശരി. കണ്ടില്ലേ കള്ളും കുടിച്ചു വന്ന് നിൽക്കുന്നത്? ഇനി അയാളും പറയലേ. ആ ചാപ്റ്റർ ക്ലോസ്. എനിക്കൊന്നും കേൾക്കണ്ട. ഈ നിലയിൽ അച്ഛൻ വന്ന് കണ്ടാൽ കാണട്ടെ. അവസാനമായി നിന്റെ അച്ഛനും കാണട്ടെ. നീ കരയുന്നു. നീയും പെണ്ണല്ലേ? കള്ളക്കരച്ചിലാണ്. ഒന്നിനെയും വിശ്വസിച്ചുകൂടാ. ഞാൻ പോകുന്നു. എനിക്ക് നാട്ടിൽ ആരുമില്ല. ബാബുട്ടാ. ഓ, നീയുണ്ടെന്നോ? നീയും കള്ളിയാണ്. എന്റെ ചേട്ടത്തി ഉണ്ടല്ലോ, ചേട്ടത്തി അമ്മ, അവളും കള്ളിയാണ്. പിന്നല്ലേ നീ? നിന്നെ കെട്ടുന്നവന്റെ ഗതി എന്തായിരിക്കും എന്നറിയാമോ? അവനെ ഞാന് കൊല്ലും. ഇദ്ദേഹമാണോ നമ്മുടെ കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്? കൊലയാളി കുടുങ്ങിയാണ്. 2 അവാർഡാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. കൊലയാളിയെ ഒരു ദരിദ്രവാസിയായിട്ട് വേണം ഊഹിക്കാൻ. കുത്താൻ ഉപയോഗിച്ച കഷാരി അല്ലാതെ
ഒരു സിഗരറ്റ് കുറ്റി പോലും ഇവിടെ ഉപേക്ഷിച്ചതായി കാണുന്നില്ല. പിന്നെ എല്ലാം ഇദ്ദേഹത്തിന്റെ സാമർഥ്യം പോലെ ഇരിക്കും. ശവം കിടന്ന സ്ഥലം വലിപ്പിക്കുകയല്ലാതെ ഒരു വഴിയുമില്ല. ഉത്തരവ്. വേഗം വേഗം. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ടോമിക്ക് 3ാമത്തെ വാർഡും കിട്ടാൻ പോകുന്നു. എവിടെ നമ്മുടെ ടോമി? അപ്പോൾ മിസ്റ്റർ ഗോപിനാഥിന് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ആരാണ് അയാൾ? അദ്ദേഹത്തിന്റെ ജീവനെടുത്ത ആള് തന്നെ. അതാരാണെന്നാ ചോദിച്ചത്. നിങ്ങളാണ് അത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരൻ ബാബുവിനെ അവസാനമായി കണ്ടത് എപ്പോഴാണെന്ന് പറയാം. നിങ്ങളെ ഇവിടെ ആദ്യമായി കണ്ടപ്പോൾ. എക്സ്ക്യൂസ് മീ, ഉത്തരം ഒന്നുകൂടെ വ്യക്തമാക്കാം. അത് കഴിയാത്തതാണല്ലോ എന്റെ നിർഭാഗ്യത്തിന് കാരണം. മിസ് ഗോപിനാഥിന്റെ മരണത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. അത് വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാരനായിരുന്നു മിസ്റ്റർ ഗോപിനാഥൻ നിങ്ങൾ പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നായിട്ട് അറിയാമോ? ശത്രുക്കളോ? ഗോപിയോട് ശത്രുത പുലർത്താൻ ആർക്കും കഴിയില്ല. അത്രയ്ക്കും ശാന്ത സ്വഭാവക്കാരനായിരുന്നു അയാൾ. പിന്നെ വീട്ടിലെന്തോ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. അതൊന്നും അത്ര കാര്യമാക്കാനില്ല. ഗോപിനാഥിന്റെ അനുജൻ ബാബുവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓ, പ്രത്യേകിച്ച് എന്ത് പറയാൻ. ഗോപിയുടെ അനുജനാണെന്ന് പറയാൻ തന്നെ വിഷമമാണ്. രാപകൽ വ്യത്യാസമുണ്ടായിരുന്നു അവർ തമ്മിൽ. പിന്നെ കൂട്ടുകെട്ടാണല്ലോ ആളുകളെ വഷളാക്കുന്നത്. എന്തായാലും അനുജന്റെ കാര്യത്തിൽ ഗോപിനാഥ് തികച്ചും ദുഃഖിതനായിരുന്നു. മിസ്റ്റർ മേനോൻ ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ആവശ്യവും തോന്നുമ്പോ ഇനിയും വരാം. അപ്പോൾ നീ ഇനി തിരിച്ച് നാട്ടിലേക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിന്റെ പ്രയാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ താമസിക്കും. സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. ബാബു, ഈ കാണുന്ന നെൽപ്പാടങ്ങളും ആ തെങ്ങും തോപ്പും എല്ലാം ആയ കാലത്ത് മൂപ്പിലാൻ ഉണ്ടാക്കിയിട്ടതുകൊണ്ട് ഒന്നും അറിയാതെ ജീവിച്ചു. ഇനിയിപ്പോ നിന്റെ ചുമതലയെല്ലാം കൂടി ഞാൻ ഏറ്റെടുക്കണമെന്നാ. കൃഷ്ണ, ഒന്നും ഇതുവരെ കെട്ടിയില്ലേ? കഴിഞ്ഞു. അത് വേഗം കെട്ടടേ. ഇനിയിപ്പോ കുറച്ച് റബ്ബർ വാങ്ങിക്കണമെന്നാണ് മൂപ്പിലാന്റെ ഐഡിയ. ഇതെല്ലാം ആര് നോക്കാനാ? എന്നെ കൊണ്ടുപോയി. നീയല്ലടാ ബാബു? അതെ, നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്താ കാര്യം? കാര്യമോ? കൊലപാതക കുറ്റം. ചേട്ടനെ കൊന്ന് സ്ഥലം വിട്ടിരിക്കുന്നു. കൊലപാതകമോ? ചേട്ടനെ കൊന്നു? ഗോപിനാഥന്റെ ചേട്ടനല്ലേ? നിന്നെ പിടിക്കില്ലെന്ന് കരുതിയോ? എന്റെ ചേട്ടൻ മരിച്ചെന്നു ഞാൻ കൊന്നു. നിന്റെ അഭിനയം കൊള്ളാമല്ലോടാ. എന്താണ് സർ കാര്യം? വിശദീകരിക്കണം. വിശദീകരണം പോലീസ് സ്റ്റേഷനിലാകാം. നടക്ക്. മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. നീയല്ലേ മിസ്റ്റർ ഗോപിനാഥിനെ കൊല ചെയ്ത്? അല്ല, ഞാൻ എന്റെ ചേട്ടനെ കൊന്നിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുവരെ എന്റെ ചേട്ടന്റെ മരണത്തെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. നീ പിന്നെ എന്തിനുള്ളിൽ പോയി? ഞാൻ ഒരു സുഹൃത്തിനെ കാണാൻ പോയതായിരുന്നു. ചേട്ടന്റെ മരണ ദിവസം തന്നെ വേണമായിരുന്നല്ലേ? അത് പറയടാ. നീ നിന്റെ ചേട്ടന് ശത്രുക്കളായിരുന്നില്ലേ? അത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ. ഓ, തെറ്റിദ്ധാരണയുടെ പേര് നടന്ന തമാശ ആയിരുന്നല്ലേ? നിന്നെ കോളേജിൽ സസ്പെൻഡ് ചെയ്തില്ലേ? നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലിനെ നീ കൂട്ടുപിടിച്ചില്ലേ? കുടുംബ സ്വത്ത് വീതിക്കണമെന്ന് നീ ആവശ്യപ്പെട്ടില്ലേ?
അതിന്റെ പേരിൽ ചേട്ടനെ നീ ഭീഷണിപ്പെടുത്തിയില്ലേ? ഗോപിനാഥനെ കൊലപ്പെടുത്തിയത്? ഇല്ല ഇല്ല, എന്റെ ചേട്ടനെ കൊന്നും ഞാനല്ല. രാമൻ നായരെ, ഉത്തരവ്. ഉം. എന്റെ പൊന്നു മോനെ, ഇത് കൊലക്കേസാ. സത്യം പറഞ്ഞു, പിന്നെ പേടിക്കണ്ട. ഓഹോ, നിന്റെ ഈ തടി ചുമ്മാ കേടായി പോലോടാ. കിട്ടാതെ കിട്ടിയിട്ട് പറഞ്ഞാ മതി. നാരായണ, ഇവിടെ വരാൻ പോകുന്ന അപകടം ഒരുപക്ഷെ എന്റെ തല തന്നെ കൊണ്ടുപോയി എന്നിരിക്കും എന്ന് കരുതി എന്റെ മകളുടെ കണ്ണീര് കാണാൻ എനിക്ക് കഴിയില്ല. ബാബുവിനെതിരായി സാക്ഷി പറഞ്ഞാൽ അവൻ രക്ഷപ്പെടും. നിങ്ങൾക്കും എനിക്കും രക്ഷപ്പെടാനാവില്ല. നിങ്ങളാണ് കൊന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ കുറിപ്പിന് വേണ്ടത് മരുമകനെയാണ്. എനിക്കെന്റെ മകളുടെ ഭാവിയാണ് വലുത്. ബാബുവിനെതിരായി ഞാൻ സാക്ഷി പറയില്ല. എനിക്ക് വേറെ വഴിയിൽ ചിന്തിക്കേണ്ടി വരും. നീ എന്നെ ഭയപ്പെടുത്തുകയാണോ? എമ്മാടി, എന്റെ ചോറ് തിന്നിട്ട് നീ എന്നെ ഭരിക്കാൻ വരുന്നു. ഇനി നിന്നെയും ഞാൻ വിടില്ല. ഈ സത്യം ഞാൻ പോലീസിൽ അറിയിക്കും. ഓഹോ. ഉം. ഞാൻ എന്റെ ചേട്ടനെ കൊന്നിട്ടില്ല. മനഃപൂർവ്വം എന്റെ പേരിൽ കുറ്റം ആരോപിക്കുകയാണ്. ഞാൻ എന്തിനു ജയിലിൽ കഴിയണം? ഇവനെയും കൊണ്ട് തെളിവെടുപ്പിക്കാൻ നടന്ന് മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തോ ചെയ്യാൻ. ഇറങ്ങി. എടാ മോനെ, നിന്നെ കൊണ്ട് തെളിവെടുപ്പിക്കാൻ നടന്ന് ഞങ്ങൾ കുഴഞ്ഞലോടാ. ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്താതെ നിനക്ക് ഈ കൊലക്കുറ്റം ഏറ്റൂടെ? കൂടി പോയ കയറി. ആ നടക്ക്, നീ ഏക്കോ നോക്കട്ടെ. എടാ മോനെ, ആ താക്കോല് കളയല്ലേ, ഡിപ്പാർട്ട്മെന്റ് വഴിയാ ചോദ്യം വരും. അനങ്ങിപ്പോരുത്. എന്റെ ചേട്ടനെ കൊന്ന നീയല്ലേ? പറയണ, എനിക്കതിനെ കുറിച്ച് അറിയണം. ഇന്ന് നിന്റെ ഹൃദയത്തിൽ മറ്റൊരുത്തന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. ഞാനും എന്റെ ചേട്ടൻ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം നിനക്ക് ശരിക്കും അറിയാമായിരുന്നു, ഇല്ലടാ? എന്റെ ചേട്ടനെ കൊന്ന് എന്നെ കുറ്റവാളിയാക്കിയിട്ട് കാമുകിയെ സ്വന്തമാക്കാമെന്ന് കരുതിയ ബുദ്ധിമാൻ. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. മര്യാദയ്ക്ക് സത്യം പറയും. ബാബു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നീ സത്യം പറയില്ല, ഞാൻ പറയിക്കാം. ഹലോ, കയർ ഫാക്ടറിയിൽ നിന്ന് കുറിപ്പാണ് സംസാരിക്കുന്നത്. ഇൻസ്പെക്ടർ,
ഗോപിനാഥനെ കൊല്ലുന്നത് നേരിട്ട് കണ്ടയാളാണ് ഞാൻ. ഹലോ ഹലോ, എന്റെ ചേട്ടനെ കൊന്നത് കണ്ടയാളാണ് ഇപ്പോൾ ഫോൺ ചെയ്തത്. നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ഹലോ, കുറുപ്പ് കൊല്ലപ്പെട്ടു. എങ്ങനെ? ഒന്നുകൂടെ ചോദിക്കട്ടെ, മിസ് കുറുപ്പിന്റെ മരണത്തിൽ ശോഭയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരെയും സംശയമില്ല.
കുറുപ്പിനെ ഭയന്നിരുന്ന ആരെങ്കിലും ശോഭയ്ക്കറിയാം? ഒന്നുകൂടെ വ്യക്തമാക്കാം. കുറുപ്പ് ജീവിച്ചിരുന്നാൽ അപകടമാണെന്ന് കരുതിയ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കാം. ആരാണെന്ന് ശോഭയ്ക്ക് അറിയില്ലേ? അറിയാം. ഗോപിയേട്ടന്റെ കൊലപാതകം അച്ഛൻ കണ്ടിരുന്നു. അതാണ് എനിക്കറിയേണ്ടത്. അത് ആരാണ് കൊലപാതകം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ലേ? ബാബുവും ശോഭയും വിവാഹിതരാകാൻ നിശ്ചയിച്ചിരുന്നു. ബാബുവാണ് ഗോപിനാഥനെ കൊലപ്പെടുത്തിയെന്ന് കുറിപ്പിന് അറിയാമായിരുന്നു. ശോഭയ്ക്കും അതറിയാം. ശോഭയുടെ അച്ഛനെ കൊന്നതും ബാബുവാണ്. എന്നോടൊന്നും പറയരുത്, ഒന്നും ചോദിക്കരുത്. ശരി, ഞാൻ പിന്നെ വരാം. അല്ല മോളെ, ബാബു കൊല്ലുന്നത് കണ്ടവരുണ്ട്. ആര് കണ്ടു? ഞാൻ കണ്ടു. ബാബുവാണ് ഗോപിനാഥനെ കൊലപ്പെടുത്തിയെന്ന് കുറിപ്പിന് അറിയാമായിരുന്നു. ശോഭയുടെ അച്ഛനെ കൊന്നതും ബാബുവാണ്. ഹലോ, ഇൻസ്പെക്ടറല്ലേ സംസാരിക്കുന്നത്? ഞാൻ ശോഭയാണ്. ആ അതെ സർ, എന്റെ അച്ഛനെ കൊന്നവൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഉറക്കത്തിലാണ്. പെട്ടെന്ന് വരണം സർ. ഞാനിതാ വരുന്നു. നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ശൃംഗരിക്കാനും ധരിച്ചോ? ശോഭേ, എന്റെ അച്ഛനെ കൊന്നത് നിങ്ങളല്ലേ? ശോഭേ, എന്റെ അച്ഛൻ മരിച്ചത് നോക്കി നിന്നത്രേ അവസാന ശ്വാസവും പോയോന്നറിയാൻ. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നവനാണ്, സ്വന്തം ചേട്ടനെ കൊന്നവനാണ്. ശോഭേ, Shut up. ശോഭേ, ഞാൻ പറയുന്നു കേൾക്കൂ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാനിപ്പോ ശ്രമിച്ചാൽ അതെനിക്ക് ആപത്താണ്. ശോഭേ, ഞാൻ എന്താണ് ഈ ബഹളം? ആരാണ് നീ? എന്തിനു വന്നു? ഞാൻ ബാബു പറഞ്ഞയച്ചിട്ട് വന്നതാണ്. എന്തിന്? മധുസാറിനെ കൊല്ലാൻ. എവിടെ അവൻ? ബാബു കുറുപ്പിന്റെ വീട്ടിലുണ്ട്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ കുറുപ്പ് സാറിന്റെ ഓഫീസിൽ നിന്ന് വരികയാണ്. കുറുപ്പ് സാർ ഒപ്പിടേണ്ട ചില ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ഒപ്പിട്ടാൽ ഫയലുകളെല്ലാം മാറ്റാമല്ലോ. അച്ഛന് പകരം ഞാൻ ഒപ്പിട്ടാൽ മതി, കുഞ്ഞൊപ്പിട്ടാ മതി. സാധ്യമല്ല. ഈ ഡോക്യുമെന്റ്സിൽ കൈയൊപ്പിടാൻ ഞാൻ അത്ര ബുദ്ധിയില്ലാത്തുള്ളൂ. എന്തിനും എനിക്കൊരു വക്കീലുമായിട്ട് ആലോചിക്കണം. ഇത് അത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. ഒന്ന് ഒപ്പിട്ടെന്ന് കരുതി തല പോകത്തൊന്നുമില്ല. മറിച്ചെന്താണ്? ഒപ്പിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ തല പോയെന്ന് വരും. അത് അപ്പോഴല്ലേ? അപ്പോഴല്ല, ഇപ്പോൾ. മര്യാദയ്ക്ക് ഒപ്പിടുന്നോ ഇല്ലയോ? ഇല്ല. ഓഹോ, വലിയ ബുദ്ധിമതി. പിടിക്കാ ഇവളെ.
എന്റെ ഒപ്പിന് വലിയ കനമാണല്ലേ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഈ ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്നു. എന്നെ കൊന്നാലും ഞാൻ ഒപ്പിടില്ല. നീ ഒരു കൊച്ചു തന്റേടിയാണ്. ഞാൻ പറയുന്നതനുസരിച്ചാൽ ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ പോലെ എളുപ്പത്തിൽ മരിക്കാം. എന്റെ അച്ഛനെ കൊന്നത് ഞാനാണ്. നീയോ? എന്താ എന്ത് ചെയ്യാൻ പോകുന്നു? ചേട്ടാ, നിന്നെ ഞാൻ കൊല്ലും. John, come. ശോഭേ, 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 ശോഭേ. ശോഭേ, ശോഭേ. നിന്നെ ഞാൻ ഒരുപാട് ചോദിച്ചു. യു ആർ സോ ബ്യൂട്ടിഫുൾ. കമാ, നിന്നെ എനിക്ക് വേണം. ഞാൻ സമ്മതിക്കാം. മെടുക്കി, ഇപ്പോഴാണ് നിനക്ക് ബുദ്ധി വന്നത്. കം ടു മൈ റൂം. മൈ സ്വീറ്റ്. ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാൻ നിന്നെയും.
എന്നെ കൊല്ലാൻ വരുന്ന ബാബേട്ട. ബാബേട്ട, ഞാൻ എന്തിനു ഒപ്പിട്ട് കൊടുക്കണമെന്ന് അച്ഛന് പകരം. പതേട്ട, എന്റെ അച്ഛനെ കൊന്നത് ബാബേട്ടനല്ല, ആ റോക്കിയാണ്. ഞാൻ പറയുന്നത് സത്യമാണ് മതേട്ട. അതെ, റോക്കിയാണ് കൊന്നത്, ബാബേട്ടനല്ല. ബാബേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതാവും വരുന്നത്. ഉറുപ്പിനെ കൊന്നാരാ? ഞാനൊന്നും പറയണം. നീ എന്തിനു വന്നു? പറയോ, ഞാൻ പറയാം. എന്താണ് ഈ കേറ്റുന്നത്? തന്നോടാ ചോദിച്ചത്, എന്താണ് ഈ കേറ്റുന്നത്? റോക്കിയോടൊന്നും ചോദിക്കണ്ട, ഞാൻ പറയാം. വരൂ വരൂ, കമാൺ വരൂ. എക്സസോ എന്ന കുറെ ചരക്ക് വിറ്റഴിക്കാവുന്ന കരുതി. എക്സസോ? ഇവിടെ ആവശ്യത്തിനുള്ള ഉൽപാദനമാണല്ലോ നടക്കുന്നത്. ഇത് വ്യാജ ചരക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബിസിനസ് ആണെന്ന് അറിഞ്ഞാൽ മതി. പോരാ, എനിക്കറിയണം. എന്താണ് മിസ്റ്റർ ഗോപിനാഥൻ അറിയേണ്ടത്? ഞാൻ പറയാം. ഞാൻ ഈ ഫാക്ടറിയിലെ ചീഫ് കെമിസ്റ്റാണ്. എന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ചരക്കുകൾ വിറ്റഴിക്കുന്നത്. മിസ്റ്റർ ഗോപിനാഥ്, ഈ സന്ദർഭത്തിൽ ഇതൊരു പ്രശ്നമാക്കരുത്. ഇങ്ങനെ ചില ചെയ്താലേ കമ്പനി റൺ ചെയ്യും. ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല. ഇന്നു മുതൽ ഞാൻ ഈ സ്ഥാപനത്തിൽ ആരുമല്ല. എന്താണ്? എന്തു വേണം? ഒരു കാര്യം പറയാനുണ്ട്. എന്നോടൊന്നും പറയണ്ട. അങ്ങനെ പിണങ്ങിയാലോ? ഗോപിനാഥൻ, ബിസിനസ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നല്ല നീ പറഞ്ഞത്. നീ ജീവിച്ചിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നിന്നെ കൊന്നാൽ ബാബു കൊന്നതാണെന്നേ ലോകം ധരിക്കും. ബാബുവും നീയും ശത്രുക്കളല്ലേ? ബാബു കൊന്നുവെന്ന് ഉറപ്പ് സാക്ഷി പറയും. മകളുടെ കണ്ണീര് കണ്ട കുറുപ്പ് ബാബുവിനെതിരായി സാക്ഷി പറയില്ലെന്ന് ബോധ്യമായപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കൊല്ലേണ്ടി വന്നു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിരപരാധിയാണ്. മുതലാളിക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യേണ്ടി വന്നു. എവിടെയാണ് എന്റെ മുതലാളി? വരൂ, ഞാൻ കാണിച്ചു. കമാ. എന്തോ? അവൻ രക്ഷപ്പെട്ടെന്നോ? എവിടെടാ റോക്കി? റോക്കി റോക്കി അവരുടെ കൈകളിൽ അകപ്പെട്ടു. എന്തോ? ശോഭയെ പിടിക്കാൻ വേണ്ടി പോയതാണ്, അറിയാതെ. ഇനി നിങ്ങളും അവരുടെ കയ്യിൽ അകപ്പെടും. എന്റെ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരും. ഇല്ല, ഞങ്ങൾ അവരുടെ കയ്യിൽ പെടില്ല. അതിനെ നിങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കില്ല.
ഓക്കേ. മുതലാളി! ഓ, നീയും നല്ല നേരത്ത് തന്നെ വന്നു. മുതലാളി, ഇവരെന്ത് ദ്രോഹം ചെയ്തു? ഇത്ര കൊടിയ ശിക്ഷ ഒന്നും ചെയ്തിട്ടല്ല, ചെയ്യാതിരിക്കാൻ. നീയും നിന്റെ പട്ടികളും എനിക്കൊരു ബാധ്യതയായി തീർന്നിരിക്കുന്നു. ഞാൻ ബാധ്യതയോ? അതെ, നീ എനിക്ക് ഒരുപാട് ബാധ്യതകൾ ചെയ്തിട്ടില്ലേ? ഏറ്റവും ഒടുവിൽ നീ എന്നെ കാട്ടിക്കൊടുത്തില്ലേ? ഇനി നിനക്കും മരിക്കാം. അതേടാ, ഇത്രയും കാലം നീ പറഞ്ഞതനുസരിച്ചൊന്നാണ് ഞാൻ. കോടിക്കണക്കിന് രൂപ നിനക്കുണ്ടാക്കി തന്നവൻ, നിന്റെ ജീവൻ രക്ഷിക്കാൻ പാവപ്പെട്ട കുറുപ്പിന്റെ ജീവൻ എടുത്തവൻ, ഗോപിനാഥിന്റെ കുടുംബം തകർത്തവൻ. നിന്റെ ചോരയിൽ ഈ കൈകൾ മുക്കി ആ പാപത്തിന്റെ കറകൾ കഴുകണം. നിന്നെ കൊല്ലണം. നീയാണ് വിഷം. You bastard!
മന്ത്രം നൽകി നിൻ ഹൃദയം എൻ പ്രിയ വേലി പെണ്ണേ